ഒരു ദിവസം ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ ടീമിനെ ഇവരെ 3 പേരെ കൊന്ന് നമ്മുടെ ടീമിൽ കളിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ 3 പേരെ കൊന്നപ്പോഴത്തേക്കിന് ശരത്തേട്ടന് ഭയങ്കര ദേഷ്യമായി. ശരത്തേട്ടന് ഞാനപ്പോ എന്റെ മനസ്സിൽ മറ്റേ സൂപ്പർ ഹീറോ ആണ് പുള്ളി. അപ്പൊ പുള്ളിക്ക് നൊന്ത എനിക്ക് വിഷമമാണ് മനസ്സിലായി. അങ്ങനത്തെ തോട്ടാണ് ആ സമയത്ത്. അപ്പൊ ശരത്തേട്ടനാണെങ്കിൽ പറയുന്നത് എടാ നീ അവനെ അടിക്കണം, അടിച്ചു കൊല്ലണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ ചേട്ടാ ഞാൻ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ ടീമിനെ ഞാൻ അങ്ങ് വൈപ്പ് ചെയ്യും അവിടെ. അപ്പൊ ടീമിനെ വൈപ്പ് ചെയ്യുമ്പോ പുള്ളി എന്നിട്ട് ആ സമയത്ത് അത് വലിയ സ്ട്രീമറാണ് കേട്ടോ. ആള് ബോബ് ഡോപ്പ് എന്നാണ് പേര്. വലിയ സ്ട്രീമറാണ്, നോർത്ത് ഇന്ത്യൻ സ്ട്രീമറാണ്. അപ്പൊ പുള്ളിയുടെ സ്ട്രീമിനകത്ത് പുള്ളിയുടെ മറ്റേ എക്സ്പ്രഷൻ എന്താണ് അല്ലെങ്കിൽ പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ശരത്തേട്ടൻ ആ POV പോയി കാണും. POV കാണുമ്പോൾ ഉണ്ടല്ലോ ആ സ്ട്രീം ഭയങ്കര ക്വാളിറ്റി മറ്റേ ലേ ഔട്ടൊക്കെ വെച്ചിരിക്കുന്നത്, അടിയിൽ ആളുടെ ലേ ഔട്ട് ഇതൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങനെ സ്ട്രീമൊക്കെ വെച്ച് കാണും. അപ്പൊ ഞാൻ അവനെ ഒറ്റയ്ക്കിരുന്ന് അടിക്കണത് ഇവനിങ്ങനെ ലൈവിൽ മറ്റേ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇറങ്ങിപ്പോകും. അപ്പൊ ശരത്തേട്ടൻ വന്നിട്ട് അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും എടാ അവന് നല്ല കൊണ്ടറാ നീ. എനിക്ക് ശരത്തേട്ടൻ്റെ കോള് വരും. ശരത്തേട്ടൻ്റെ കോള് വന്നിട്ട് പറയാം എടാ അവൻ്റെ സ്ട്രീം എന്തൊരു ക്വാളിറ്റി അല്ലേ. അന്നേരം ഞാൻ പറഞ്ഞ ചേട്ടാ അതെന്താന്ന് വെച്ചാൽ അത് മറ്റേ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ മൊബൈലിൽ നിന്ന് ഡയറക്റ്റാണ് ചെയ്യണം, എനിക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ അതായത് എൽഗാട്ടോ ഇനി ഞാൻ ഇതിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈസയൊക്കെ എപ്പോഴും വരുന്ന സമയത്ത് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുക നിന്റെ അക്കൗണ്ടിൽ ഞാൻ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, നാളെ തന്നെ പോയി PC മേടിക്കണം. ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല മനുഷ്യനെ, എന്നെ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടില്ല, ഞാൻ പുള്ളിയുടെ മുഖം കണ്ടിട്ടില്ല, ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. ഈ ഒരു ഗെയിമിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ സംസാരിക്കും. പുള്ളി എനിക്ക് ഒരു അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഇട്ട് തന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞ് നാളെ തന്നെ പോയി PC മേടിക്കണം. എന്റെ കിളി പോയിട്ടോ. ഞാനിത് എന്ത് ചെയ്യണം? ഇത് 1 ലക്ഷം രൂപയൊക്കെ ഒരുമിച്ച് ഞാൻ പറയില്ല. അന്ന് ഗൂഗിൾ ആഡ്സെൻസിൽ വന്നതല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇരുന്ന് 0 എണ്ണണം. ഇത് എത്രയാണ് പൈസയാണ്, ഇത് എന്തിനാണ് പൈസ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറയാം ചേട്ടാ ഇത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തേ? ഇല്ലടാ നമുക്ക് നിന്റെ സ്ട്രീം ബെസ്റ്റ് ആക്കി എടുക്കണം എന്നൊരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് PC വാങ്ങിച്ചു തന്നു. ഞാൻ എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഭയങ്കര എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നേരെ ബാംഗ്ലൂർ ഇത് PC ഒക്കെ ബിൽഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി PC ബിൽഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് സ്ട്രീം സെറ്റാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ജോക്കിക്ക് ആ ഒരു സമാധാനം വന്നത്. മറ്റവനെ കുഴിച്ചിട്ട സന്തോഷമായിരുന്നു ശരത്തേട്ടൻ അന്നേരം കേട്ടോ. ആ ലൈവ് വന്നപ്പോഴത്തേക്കിന് ശരത്തേട്ടൻ ആ മറ്റേ ക്വാളിറ്റിയിൽ ഭയങ്കര ചേഞ്ച് വരും. അതായത് ബിഗിനിങ് സ്ട്രീം കാണുന്ന പറഞ്ഞാൽ ഭയങ്കര പിക്സലേറ്റഡ് ആയിരിക്കും. പക്ഷെ ഇതിൽ കൂടെ ചെയ്യുമ്പം ഭയങ്കര ക്വാളിറ്റിയിലായിരിക്കും ആ സ്ട്രീമിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ